നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരും അവരവർ പഠിച്ചതേ ചെയ്യും. അവൾ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി കാണും. എന്തായാലും അവളിനി വൈശാഖിന്റെ കൂടെ ഒളിച്ചോടി പോവില്ല. അവന്റെ സ്വഭാവം അവൾക്ക് നന്നായിട്ട് അറിയാം. അതിനവള് സത്യം വല്ലതും പറയൂ കാർത്തിയേട്ടാ. നീരുന്നറിയില്ലാത്തവൾ. ആരായിരുന്നു ഫോണില്? അതെന്റെ ഒരു ഫ്രണ്ടാ, സൈറ. കോളേജിൽ ഞങ്ങള് ഒരു ബാച്ചായിരുന്നു. സൈറയോ? അങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് കാർത്തിയോട് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. കുഞ്ഞിനെ മുറിക്കകത്തുകൊണ്ടുപോയി പാല് കൊടുത്തിട്ട് വേഗം തിരിച്ചു കൊണ്ടുവാ. ഞാനിവിടെ നിൽക്കാം. ഏത് സേറ? ഇവള് കള്ളമല്ലേ പറഞ്ഞത്? ദൈവമേ, ആരും കാണല്ലേ. എന്തേലും വേണം മാഡം? ഒന്നും വേണ്ട, ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. മൈഥിലിയായിരിക്കും. വാ, വേഗം കേറ്. അടക്കി. ആരും കണ്ടില്ലല്ലോ അല്ലേ? അത് ശരി, നീ ഇതിനകത്ത് വന്ന് കേറിയപ്പോഴേ വെള്ളം അടി തുടങ്ങിയോടാ. എന്തിനും ഏതിനും ഒരു രസമൊക്കെ വേണ്ട മൈഥിലി. രസം? എടാ, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ചില ലക്ഷ്യങ്ങളുമായിട്ടാ. പ്രത്യേകിച്ച് നീ. അത് വെള്ളം അടിച്ച് നീ കുളം ആക്കല്ലേ വൈശാഖേ. നീ പേടിക്കാതെ മൈഥിലി. എന്റെ ലക്ഷ്യമൊക്കെ കൃത്യമായിട്ടും വിജിലന്റുമായിട്ടും ഞാൻ നടത്തിയിരിക്കും. ചെമ്പകമംഗലത്തുള്ള എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഹണിമൂണിന്. നമ്മളും ഇന്ന് ഹണിമൂൺ ആഘോഷിക്കുന്നു. ഒളിച്ചോട്ടക്കാലത്ത് നിന്നെ ഒന്ന് തൊടാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. മനസ്സിൽ മുഴുവനും തീയായിരുന്നു. പിന്നെ നിന്റെ പ്രസവ ശുശ്രൂഷയും. ഇന്നെന്തായാലും നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാം. അവർക്ക് മാത്രം പോരല്ലോ ഹണിമൂൺ. എടാ വൈശാഖേ, ഞാൻ അവരുടെ കൂടെ ഇവിടെ വന്നിരിക്കുന്നത് കുഞ്ഞിന് പാല് കൊടുക്കാനാ. കുഞ്ഞിന് 1 മണിക്കൂർ ഇടവിട്ട് പാല് കൊടുക്കണം. അതൊന്നും സാരയില്ല. കുഞ്ഞിനോട് പോയി പണി നോക്കാം. നീ ഇപ്പോഴേ ഫിറ്റാ. ദൈവമേ, ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടാവൂ.
നീ ഇങ്ങനെ പേടിക്കാതെ മൈഥിലി, ഞാനും നീയും കപ്പിൾസാ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് അങ്ങ് കരുതിയാൽ മതി. ഉം? വാ, വേഗം കേറ്. സർ, എന്താ? വെള്ളം. ഞാൻ വെള്ളം ഇറങ്ങാതെ ചത്തു കിടക്കുകയാണെന്ന് വിചാരിച്ച ഒന്ന് ഇറങ്ങിപ്പോവോ? പോ. മൈലി, അതാ റൂം സർവീസ്. നീ വാ. എടാ വൈശാഖേ, നീ ബോധമില്ലാതെ ഇവിടെ നടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. എടീ, അത് കുഴപ്പമില്ലടീ. ആ, നീ എഴുന്നേറ്റേ. നീ എഴുന്നേറ്റ് വാ. എഴുന്നേക്ക് വൈശാഖേ. ഇരിക്കെ. ആ, വിട്. പോ അങ്ങോട്ട്. മൈഥിലി, നിക്ക് മൈഥിലി. ശ്ശേ. ഇവിടെ ഈ മുറിയും പൂട്ടിയിട്ട് ഇത് എവിടെ പോയിരിക്കുക? അവളാ വൈശാഖിനെ തിരിച്ചു വിളിച്ച് അവന്റെ കൂടെ പിന്നെയും ഓടിക്കാണും. യൂസ്ലെസ്. കുഞ്ഞ് വിശന്ന് തളർന്നു. ഇനി ഇതിന് പാല് കൊടുക്കാൻ എന്ത് ചെയ്യും? അയ്യോ, ദൈവമേ, ചതിച്ചെന്നാ തോന്നുന്നു. അവരെന്നെ തിരക്കാൻ നിൽക്കുന്ന ഞാൻ എന്ത് മറുപടി പറയും? ഇങ്ങനെ ഒരു വഞ്ചകയുടെ മുലപ്പാല് എന്റെ കുഞ്ഞ് കുടിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ആ സ്റ്റാഫിനോട് തിരക്കാം, അവളെ കണ്ടോന്ന്. അയ്യോ, അവര് വേറെ വഴിക്ക് പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? മീനാക്ഷി, നമുക്ക് മുറിയിലേക്ക് പോവാം. അവള് വരട്ടെ. വാ. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരും അവരവർ പഠിച്ചതേ ചെയ്യും. അവൾ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി കാണും. എന്തായാലും അവളിനി വൈശാഖിന്റെ കൂടെ ഒളിച്ചോടി പോവില്ല. അവന്റെ സ്വഭാവം അവൾക്ക് നന്നായിട്ട് അറിയാം. അതിനവള് സത്യം വല്ലതും പറയൂ കാർത്തിയേട്ടാ. നീരുന്നറിയില്ലാത്തവൾ. ഈ വൈശാഖും ഇവളും തമ്മില് തെറ്റിപ്പിരിഞ്ഞ കഥ സത്യമാണോന്ന് ആർക്കറിയാം? ആരായിരുന്നു ഫോണില്? അതെന്റെ ഒരു ഫ്രണ്ടാ, സൈറ. സൈറയോ? അങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് കാർത്തിയോട് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അവൾക്ക് എന്തോ കള്ളത്തരമൊക്കെ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.